എന്താ കാണിക്കണത്? സോറി ഞാൻ ഇതിലൊരു വാർത്ത കണ്ടങ്ങനെ പെട്ടെന്നായി പോയതാണ്. ഒരു വാർത്ത ഉണ്ടാക്കണേ നീ മതി, എനിക്ക് കൊണ്ടുപോകാ. നീ ഞാൻ ദോശ ഉണ്ടാക്കാൻ ഈ ദോശ എന്ന് പറഞ്ഞ സാമാനം തന്നെ എനിക്ക് കണ്ടു. ആശുപത്രിയാണ് ഒച്ചെടുക്കല്ലേ. നീ എന്ത് കാണിക്കണത്? അച്ഛൻ വായി നേരെ പിടിക്കണ്ടേ? ഞാൻ വായ നേരെ പിടിക്കാനാ? നീ ഇതും പിടിച്ചോണ്ട് നടക്കല്ലേ? ഞാനൊരളവിൽ കൊണ്ടുവന്നല്ലേ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാണ്. അത് ദോശയാണല്ലേ? ആ ദോശയാണ്. ദോശ നല്ലതാണ്. ചേട്ടൻ എന്തെങ്കിലും കഴിച്ചാ? ഇല്ലാന്ന് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. അയ്യോ സമയം ഇത്രയല്ല. അഞ്ച് ചെയ്യാനാണ് വിഷമിട്ട് വയറ് കത്തണം. ആ ചേട്ടനൊന്നും കഴിച്ചല്ല എന്നാ പറഞ്ഞ രാവിലെ. കഴിച്ചിട്ടില്ലേ? കഴിക്കണ്ട. എനിക്ക് തലക്ക് വല്ല ഇതുകൊണ്ടാ. നിന്റെ പോലെ 5-6 ഉണ്ട് മക്കളെ. 6 മക്കള്? ഒരെണ്ണം തിരിഞ്ഞു നോക്കൂല. ഇന്നലെ പറഞ്ഞാണ്. അവനൊക്കെ എൻ്റെ കിട്ടിയാണ്ടല്ല മൂട്ടി കുത്തി തുളയിട്ട് കിട്ടേനെ. അങ്ങനത്തെ 6 ഉണ്ടെന്ന്. ഒരെണ്ണം വരില്ല. ഇന്നലെ ഇയാളുടെ ഒരു കൂട്ടുകാരൻ വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉച്ചയ്ക്ക് വന്നിട്ട് 2 ബിരിയാണി മേടിച്ചു കൊടുത്തു. ഒരു ബിരിയാണി രാത്രിയും കഴിക്കുക, ഒരെണ്ണം ഉച്ചക്കും കഴിച്ചോന്ന് പറഞ്ഞ് ഇയാൾക്ക് ബിരിയാണി വലിയ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താ. ഇരുന്നിരിപ്പില്ല 2 എണ്ണം തട്ടി. അപ്പോൾ വയറ്റിൽ നിന്ന് പോകാതിരിക്കണം. ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും കൊടുക്കല്ലേ, 2 ദിവസത്തേക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കാണ്. ആണ് ഞാൻ മൈൻഡ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ ഈ ദോശയും കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കേസ് വരും. പ്രശ്നം എനിക്ക് മതി. ഇനി തിന്നാ വയറളവും. എന്താണ് ഇപ്പൊ അസുഖം? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കേട്ടറോട് അങ്ങോട്ട് മേപ്പോട്ട്. എന്നാലും ബിരിയാണി ആയിട്ട് നോക്കണോർന്ന്. പിന്നെ അത് ഇറങ്ങൂല. മക്കളാരും കൊണ്ടുവരൂലേ ഭക്ഷണമൊന്നും? കൊണ്ടുവരൂലെന്ന്. അതാണ്. ഇത് ദോശ ഒരാൾ കഴിച്ചതല്ലേ, അതാണ്. അത് വേറെ അറേഞ്ച് ചെയ്യാം. ഇതുമ്പോ നല്ല നോട്ടുണ്ട്. വായന വെള്ളം നടന്നിരിക്കുന്നത് വെറുതെ ഒച്ചയെടുക്കണ എന്തിനാണ്? ആ വേണ്ടാത്തോണ്ടല്ലേ പറഞ്ഞ. ഇങ്ങനെ ശൗര്യം കാണിച്ചാണ് ആരും ഇല്ലാതെ ഞാൻ മാത്രമേ ഉള്ളൂല്ലേ ഇപ്പൊ നോക്കാൻ. നോക്കിയാലെന്താ കണ്ണി കണ്ടൊക്കെ പള്ള കത്തിയേറ്റും മൂട് കുത്തി കയറി കാശുണ്ടാക്കിയാണ് നല്ല അന്തസ്സായിട്ട് നിനക്ക് വളർത്തിയിട്ടുള്ളത്. നോക്കിയാൽ നോക്കി എന്താണ് കുറവ്. തിന്നല്ലെങ്കിൽ തിന്നണ്ട. അതിനല്ല അങ്ങനെ വെക്കാണ്. കൊടുക്കല്ലേന്ന് പറഞ്ഞു. അല്ല വേസ്റ്റിൽ കൊണ്ടുപോയിട്ടാ മതി. അത് പിന്നെ വേസ്റ്റിൽ കൊണ്ടുപോയിട്ടാ മതി. എന്താ ഒരു ദോശ കഴിച്ചാൽ മതി? ഒരുപാട് ദോശ ഉണ്ടല്ലോ. ഇല്ല ഡോക്ടറെ, ഞാൻ കഴിച്ചിട്ടില്ല. ആ മേടിച്ചോണ്ടെന്നാണ്. ഞാൻ ഒരെണ്ണത്തിന്റെ പകുതി തന്നെ കഴിച്ചിട്ടില്ല. ആ കുറേശ്ശെ കഴിച്ചാൽ മതി കേട്ടോ. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല 3-4 ദിവസമല്ല ഇപ്പൊ കിടക്കണ ഞാൻ അവിടെ. തട്ടിപ്പോവല്ലോ. തട്ടിപ്പോവല്ലോ. പക്ഷെ അതിന് കുറച്ചുകൂടെ സമയം എടുക്കും. പെട്ടെന്ന് തട്ടിപ്പോവില്ല. ഭയങ്കര പേടിയാണ് സാറേ. നാട്ടിലെ പഴയ ഗുണ്ടയാണ്. എനിക്കറിയാലോ. മൂട്ടി കുത്തി ശീതള ശ്വാസം വലിച്ചു വിട്. അസുഖം കൂടില്ലാന്ന് പറഞ്ഞപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. എന്ത് ചെയ്താ ആശുപത്രിയുടെ അകത്തോട്ട് കയറൂല. സത്യൻ സാറിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഒരേ ബഹളം. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ആകുമ്പോൾ എനിക്കൊരു സമാധാനം. ഡോക്ടറെ ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് സമാധാനം കിട്ടും. ആര് പറഞ്ഞാലും അനുസരിക്കൂല. പഴയ ഗുണ്ടയാണല്ല, വീട്ടിലും അടങ്ങിയിരിക്കൂല. രാവിലെ എണീറ്റ് ടൗണിലോട്ട് പോകും. ആരെങ്കിലെയൊക്കെ വെല്ലുവിളിച്ച് അവരുടെ വായിലിരിക്കണ എങ്ങോട്ട് വന്നാലേ അച്ഛനൊരു സമാധാനമുള്ളൂ. വീട്ടിലെങ്ങനെ ഇരിക്കണം സാറേ? ഞാനും ഇവരും മാത്രമേ ഉള്ളൂ. ഇവനും രാവിലെ തന്നെ ഇറങ്ങിപ്പോവും. പിന്നെ ഒറ്റയ്ക്ക് എന്തോരം നേരം ഇരിക്കും വീട്ടില്. ഇവനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. ഒരു പെണ്ണും ഇതുവരെ ശരിയായിട്ടില്ല. അതിനങ്ങനെ പണിയുണ്ടേ. 2 മക്കൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അതുങ്ങളെയും കളിപ്പിച്ചിട്ടിരിക്കായിരുന്നു. പണി കിട്ടാത്തതൊന്നും അല്ല കാര്യം സാറേ. പെണ്ണിന്റെ വീട്ടുകാരെ അന്വേഷിച്ചു വരുമ്പോ ശീതളിന്റെ മോനാണെന്ന് പറയുമ്പോ അവര് ആ വഴി പോകും. ഇനിയിപ്പോ അതാണ് എന്റെ കുഴപ്പം. അതായത് എനിക്ക് പണിയില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ പണിയെടുത്ത് കുടുംബം നോക്കിയിട്ടുണ്ട്. നീ വല്ലതും ചെയ്തണ്ട. എപ്പോഴും 10 ദിവസം ഇട്ടാ. ഗുണ്ടയൊക്കെ അവിടെ ഇവിടുത്തെ ഗുണ്ട ഞാനാണ്. ഇഞ്ചക്ഷൻ വയ്ക്കൂപ്പ.
വേണോ ഇഞ്ചക്ഷൻ വേണോ? ഇല്ല വേറെ ഉണ്ടാക്കാനിരുന്നാ പോരെ. അപ്പൊ 2 ദിവസം കഴിയട്ടെ കേട്ടാ. ആ ആ ഇഞ്ചക്ഷൻ അല്ലാട്ടാ ഗുളിക ആക്കിയിട്ടുണ്ട് ഡോക്ടർ. ഗുളിക ആക്കിയിട്ടുണ്ടല്ലോ. ഇല്ല ഗുളിക ആക്കിയിട്ടില്ല, അത് ഇഞ്ചക്ഷൻ തന്നെ പോരെ. അല്ല ഗുളിക എനിക്ക് ഈ സാധനം കാണുക, ഈ സാധനം വടിവാള അല്ലെങ്കിൽ വാള കത്തിയ കടാര എന്ത് സാധനം വന്നാലും എനിക്ക് പുല്ലാണ്, എനിക്കൊരു കുഴപ്പമില്ല. ഈ സാധനം കാണുമ്പോ തന്നെ എന്റെ തല ഇറങ്ങുന്ന സൂചി പേടിയാണ്. സൂചി പേടിയാണ് സാധനം. നമുക്കൊരു കാര്യം ചെയ്താലോ, ആ മരുന്ന് വടിവാളിന്റെ മുകളിലാക്കിയിട്ട് ഒരു കൊത്തന കുത്തിയാലോ? ഒരു കാര്യം ചെയ്യും, അത് പിന്നെ ഗുളിക തന്നെ ആക്കിയാൽ ഇഞ്ചക്ഷൻ വേണ്ട. അപ്പൊ ഇഞ്ചക്ഷൻ വിട്ടു വേണ്ട. ഓ ആയിക്കോട്ടെ. ആ പുറത്തേക്കും തുറക്കരുത് കേട്ടാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എന്താ സുമേഷ് ഏട്ടാ, എന്താ വിശേഷം പറയൂ. വൈദ്യുന്ന് പോണില്ല ഡോക്ടർ. എന്താ ഇതൊക്കെ? എന്താ കഴിച്ചത്? ഞാൻ 2 ബിരിയാണി കഴിച്ചു. അപ്പൊ നിങ്ങളോട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ലേറ്റായിട്ടാണ് കഴിച്ചത് 2 അത് കൂട്ടുകാരൻ ചതിച്ചതാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വല്ല കഞ്ഞി കുടിക്കായിരുന്നു. ഒരാള് വരും കേട്ടാ. കഞ്ഞി കൊണ്ടാ? അതെ ശരിട്ടാ. കഞ്ഞി വേഗം കൊടുത്താക്കണേ സിസ്റ്ററെ, കഞ്ഞി വേഗം കൊടുത്താക്കണം കേട്ടോ. മോനെ അതവിടെ ഇരുന്ന ഉറുമ്പ് കയറും, ഇങ്ങോട്ട് എടുത്തു പോയി. അതേ നിങ്ങൾക്ക് 2 ആൾക്കും ഭക്ഷണം തരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. അത് എനിക്കല്ല, മൂപ്പിരിക്കാന്. ഇന്നലെ എൻ്റെ കൂട്ടുകാരനും പണി കൊടുത്തിപ്പോ ബിരിയാണി കൊണ്ടെന്നില്ലേ ഡോക്ടറെ അടുത്ത് പറഞ്ഞേട്ടാ, അയാള് കഴിച്ചാന്ന്. അതേ 2 ദിവസത്തേക്ക് ഒന്നും കഴിക്കണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 1 ദിവസത്തേക്ക് പോലും എനിക്ക് പറ്റൂല. പിന്നെ അല്ലേ 2 ആക്കണം. കഞ്ഞി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് നിശ്ചയിച്ചത്. രോഗികളെ കഴിഞ്ഞാ ഇനി സത്യൻ ഡോക്ടറെ കാണാൻ പറ്റി ആരെ കോപ്പി ടിക്കറ്റ് എടുത്തിട്ട് നോക്കി. ഇനിയിപ്പോ ആകുള്ളത് ഈ ഒരാളാ. അത് സത്യൻ ഡോക്ടറെ കാണാനല്ല, പിന്നെ ഭാര്യനെ മാരുതി ഡോക്ടറെ കാണിക്കാനാ. ഭാര്യ കാത്തിരിക്കാ. ഇതെന്താ ഈ നേരത്ത് വരുന്നത്? ഉച്ചവരെയുള്ള കോപ്പിയൊക്കെ 10 രൂപ ഉണ്ടല്ലോ. മറിമായം